ഓവനോ ബീറ്ററോ ഒന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ കേക്ക് ഉണ്ടാക്കുമ്പോൾ ചൂടാറിയ പാലാണ് ഉപയോഗിക്കുക, റൂം ടെമ്പറേച്ചറിലുള്ള. ഇതിന് പകരം നമ്മളിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത് ചൂടാക്കിയിട്ടുള്ള പാലാണ്. നല്ല തിളച്ച പാലിവിടെ എടുത്തിട്ടുണ്ട്, 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു പാലിലേക്ക് 1/4 കപ്പോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ഗ്രാം അളവിൽ പറയുകയാണെങ്കിൽ ഏകദേശം 56 ഗ്രാം കാണും. ഈ ഒരു ചൂട് പാലിൽ ഇതിങ്ങനെ കിടക്കട്ടെ, ആ ഒരു ബട്ടറൊക്കെ മെൽട്ടായിട്ട് വരും. ആ ഒരു സമയത്ത് മിക്സറിൻ്റെ ചെറിയ ജാറിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇളം മധുരം മതി എന്നുണ്ടെങ്കിൽ 1/2 കപ്പ് ചേർത്താൽ മതിയാകും. ഇതിലേക്ക് 1/2 ടീസ്പൂണോളം വാനില എസൻസ് ചേർത്തിട്ടുണ്ട്. ഹൈ സ്പീഡിൽ നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ട് വരാം. ഒരു 30-40 സെക്കൻഡ് നേരത്തേക്ക് നല്ല പോലെ തന്നെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ട് പതഞ്ഞ് വരും. അതൊരു ബൗളിലേക്ക് മാറ്റാം. അരിപ്പയിലൂടെ നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു കേക്കിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ആ ഒരു മധുരമൊക്കെ ബാലൻസ് ആകാനും കേക്കിന് നല്ലൊരു രുചി കിട്ടാനും സഹായിക്കും. എല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കട്ടിംഗ് ആൻഡ് ഫോൾഡിംഗ് മെത്തേഡിൽ ആദ്യം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ഒരു പൊടികളൊക്കെ മുട്ടയുടെ ബാറ്ററുമായിട്ട് നന്നായിട്ട് യോജിച്ച് വരണം. ഇപ്പോൾ ഇതാ നന്നായിട്ട് യോജിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ യോജിച്ച് വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ആ ഒരു തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാലിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കാം. പാലിൻ്റെ മിക്സ് നല്ല ചൂടായിട്ടാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു പാല് ബട്ടർ ചേർത്തിട്ട് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. പാല് ചേർത്ത് കൊടുക്കുമ്പോൾ ചൂടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നല്ല പോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇപ്പോൾ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഒട്ടും കട്ടകളില്ലാതെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. സാധാരണ കേക്ക് ബാറ്റർ പോലെയല്ല, ഒരല്പം ലൂസായിട്ടാണ് ഈ ഒരു ബാറ്റർ ഇരിക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു കേക്കിൻ്റെ ബാറ്റർ വേണ്ടത്. നേരത്തെ തന്നെ കേക്ക് ടിന്ന് ബട്ടർ പേപ്പറൊക്കെ ലൈൻ ചെയ്ത് വെച്ചിരുന്നു. അത് നേരത്തെ ചെയ്ത് വെച്ചോളൂ, കേക്ക് ബാറ്റർ തയ്യാറാക്കുന്നതിന് മുന്നേ ആയിട്ട് തന്നെ. എന്നിട്ട് ബാറ്റർ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തിട്ട് ഒരു 2-3 പ്രാവശ്യം നല്ലപോലെ ടാപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കേക്ക് ബാറ്റർ തയ്യാറാക്കി എടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ഓവൻ സെറ്റപ്പ് പ്രീഹീറ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. ഒരല്പം വലിയ അലുമിനിയം പാത്രത്തിൽ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു സ്റ്റാൻഡും വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് നേരം പ്രീഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓവൻ സെറ്റപ്പാണിത്. അതിനുശേഷം ഈ ഒരു കേക്ക് ബാറ്റർ ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ 40 മുതൽ 45 മിനിറ്റാണ് ബേക്ക് ചെയ്തെടുക്കേണ്ടത്. 40 മിനിറ്റൊക്കെ ആകുമ്പോൾ ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഇതിപ്പോൾ ഏകദേശം 45 മിനിറ്റ് ഞാനിവിടെ ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ ബേക്കായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ ടൂത്ത് പിക്കോ സ്ക്യൂറോ ഉപയോഗിച്ചൊന്ന് കുത്തി നോക്കുക. നീറ്റായിട്ട് വരുന്നില്ലെങ്കിൽ മാത്രം എക്സ്ട്രാ ടൈം വെച്ചാൽ മതി. ഇതിൻ്റെ ചൂട് നല്ലപോലെ ആറി വന്നതിന് ശേഷം മാത്രം ഡീമോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കുക. അപ്പോഴാണ് ഇത് കറക്റ്റ് പൊടിയാതെ നമുക്ക് ഡീമോൾഡ് ചെയ്തെടുക്കാനും അതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാനും പറ്റുക. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മളുടെ കേക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സാധാരണ കേക്കിൽ നിന്നും ഈ ഒരു കേക്കിന് എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിതിൽ ചൂട് പാല് ചേർക്കുന്നത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഇരിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ ക്രംസ് കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ് ഉണ്ടാകുക. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാകും. സാധാരണ കേക്കിൻ്റെ ക്രംസ് പോലെയല്ല, കുറച്ചും കൂടെ ടൈറ്റ് ആയിട്ടാണ്, എന്നാൽ നല്ല സോഫ്റ്റുമാണ്. ഇതുപോലെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിൽ നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്യാവുന്നതാണ്. ഇത് വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാനായാലും കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുക്കാനായാലും ഒക്കെ പെർഫെക്റ്റ് ആണ്. ഹോട്ട് മിൽക്ക് കേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക്സ് പറയാനും മറക്കരുത് കേട്ടോ. എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.